ഈ നാടിൻ്റെ പോക്ക് എങ്ങട്ടാന്നുള്ളത് എനിക്കൊരു പിടുത്തമില്ലടേ. ഇതാ ഈ വണ്ടിയിൽ പോണ ഈ ഒരുത്തൻ, ഈ തൈരൻ, ഇവൻ മറ്റേ നാടിന് വേണ്ടിയിട്ട് എന്തോ സൽക്കർമ്മം ചെയ്തിട്ട് പോലീസുകാർ പിടിച്ചിട്ട് പോകുമ്പോൾ പത്രക്കാരോട് ഉമ്മം വെച്ച് കാണിക്കുന്നതല്ല, സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്നിട്ടാണ് ഇവൻ ഈ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ പത്രക്കാരോടും ബാക്കിയുള്ളവരോടൊക്കെ ഉമ്മം വെച്ച് കാണിക്കുന്നത്. പോലീസുകാർ സത്യത്തിൽ എന്താണ് ആ ഇരുന്നിട്ട് ചപ്പ നോക്കി ഒന്നാം പൊട്ടിക്കേണ്ടി വരും. എന്താ പറയുക, ഇവിടുത്തെ നിയമങ്ങളോടുള്ള പരമമായ പുച്ഛം, പരിഹാസമാണ് ഇവൻ്റെയൊക്കെ ഈ ഒരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും, അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞു. ഇത് നടന്നത് താമരശ്ശേരിയിലാണ്. ആഷിഖ് എന്ന് പേരുള്ള 24 വയസ്സുള്ള ഒരുത്തൻ സ്വന്തം ഉമ്മാനെ, മാരകമായ ലഹരിയുടെ അടിമയാണ് ഈ ചെക്കൻ, സ്വന്തം ഉമ്മാനെ ജനിപ്പിച്ചു എന്നുള്ളൊരൊറ്റ കാരണം പറഞ്ഞിട്ടാണ് ഉമ്മാനെ തീർത്ത് കളഞ്ഞത്. ഈ താമരശ്ശേരി ഭാഗത്തൊക്കെ ഇന്നിപ്പോൾ ന്യൂസിലൊക്കെ ചിലർ കണ്ടു കാണും, ചിലർ കണ്ടു കാണില്ല. എന്നാലും ഞാൻ പറയാം, താമരശ്ശേരി ഭാഗത്തൊക്കെ ഈ ലഹരിയുടെ ഉപയോഗം അല്ലെങ്കിൽ ലഹരി വസ്തുക്കളുടെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ താമരശ്ശേരി വിട്ടു, താമരശ്ശേരിയിൽ നിന്ന് പിന്നെ അങ്ങോട്ട് ആക്സസ് ഏറ്റവും കൂടുതൽ പോകുന്നത് കേരളത്തിൻ്റെ പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് ആക്സസബിളാണ്. ഓക്കെ, ബാംഗ്ലൂരാണെങ്കിലും അങ്ങനെ കർണാടക വഴിക്ക് പോകാനുള്ളവരും തമിഴ്നാട് വഴിക്ക് പോകാനുള്ളവരൊക്കെ താമരശ്ശേരി വഴി ആക്സസ് ചെയ്ത് പോകും. ഒന്ന് ആ റീസൺ. രണ്ടാമത്തെ ഏറ്റവും വലിയ റീസൺ, ആരും പറയാത്തൊരു റീസൺ ഞാൻ പറഞ്ഞു, താമരശ്ശേരി റിലേറ്റഡ് ആയിട്ട് കുറേ സ്വർണ്ണ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരു മീഡിയാസും ഇത് അന്വേഷിക്കുന്നില്ല, ഒരു മീഡിയാസും ഇതിനെക്കുറിച്ച് പറയുന്നില്ല. ഇപ്പോൾ മീഡിയയിലൊക്കെ നിങ്ങൾ കാണുന്നൊരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരശ്ശേരി ഈ പറഞ്ഞ പോലെ ബാംഗ്ലൂരിലേക്കും തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ഒക്കെ ആക്സസ് കിട്ടുന്ന ഒരു സ്ഥലമായതുകൊണ്ടും പിള്ളേർ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക കടത്തലും വിൽപ്പനയും പരിപാടികളിലേക്ക് മാറുന്നു എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങൾക്ക് മീഡിയ പറഞ്ഞു തന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇതിൻ്റെ ഇരട്ടിയുടെ അളവിൽ സ്വർണം തിരിമറി പരിപാടികൾ താമരശ്ശേരി, കൊടുവള്ളി ഈ ഭാഗങ്ങളിലൊക്കെ നടക്കുന്നുണ്ട്. ഇത് മറയാക്കാൻ, ഓക്കെ, ഇതിന് ഗുണ്ടായിസം ചെയ്യാൻ, ഇതിന് കാരിയേഴ്സ് ആവാൻ, ഇത് പല സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ ഈ പറഞ്ഞ യങ് ആയിട്ടുള്ള പയ്യന്മാരെ ലഹരിക്ക് അടിമയാക്കണം. അല്ലെങ്കിൽ അവരിലേക്ക് പൈസ കൊടുക്കുന്നു, ലഹരി എത്തിച്ചു കൊടുക്കുന്നു, അവരാരെ വേണേൽ കൊല്ലാം, എന്ത് വേണേൽ ചെയ്യാം എന്നുള്ള രീതിയിൽ അവർ മൊത്തത്തിൽ അവരെ ബ്രെയിൻ വാഷ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്വർണം ടീമുകളൊക്കെ പയ്യന്മാരുടെ ഇടയ്ക്ക് ലഹരി കുത്തിക്കിട്ടത്. ഞാൻ താമരശ്ശേരിയിൽ ഇതാണ് റിയാലിറ്റി എന്നാണ് എൻ്റെ അറിവിൽ, എൻ്റെ പരിമിതമായ ഒരു സോഴ്സ് വെച്ചിട്ട് എനിക്ക് അവിടുത്തെ കുറച്ച് നാട്ടുകാരിൽ നിന്ന് മനസ്സിലായത്. അല്ലാതെ ഈ പറഞ്ഞ പോലെ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഭയങ്കര പെട്ടെന്ന് കൊണ്ടുവരാം, അവിടെ വിറ്റിട്ട് അങ്ങോട്ട് പൈസക്കാരാവും. എന്ത് ഇവിടെ ലഹരി വിറ്റ എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ചെറുകിട കച്ചവടവും ചെറിയ ചെറിയ പരിപാടികളൊക്കെ എന്താണെങ്കിലും ഇവിടുത്തെ ഡാൻസ് ആഫും ബാക്കി ആൾക്കാരും പൊക്കും. വലിയ വലിയ ബിഗ് ഷോട്ട്സിനെയാണ് പൊക്കാത്തത്. അപ്പോൾ വിറ്റ് കാശുകാരായി കോടീശ്വരന്മാരാവാനല്ല. ഓക്കെ, ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ചെക്കന്മാരെ തല കറക്കണം, ചെക്കന്മാരിലേക്ക് ഇത് എത്തിക്കണം, യങ് ജനറേഷൻ ഇല്ലാതാക്കണം, എന്നിട്ട് ഇവന്മാരെ കൊണ്ട് ഗുണ്ടായിസം കളിപ്പിക്കണം. ഓക്കെ, ഇതാണ് അതിൻ്റെ റിയാലിറ്റി സൈഡ്. അന്വേഷിക്കട്ടെ, 24/7 ചാനലുകൾ ഇറങ്ങി താമരശ്ശേരിയൊക്കെ അന്വേഷിക്കട്ടെ. ഇപ്പോൾ അവിടുത്തെ കുറേ കൂട്ടായ്മകളും സംഘടനകളൊക്കെ മക്കളുടെ ഇടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളുമായിട്ട് താമരശ്ശേരിയിലെ ആളുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മേ ബി അവർക്കൊക്കെ അറിയുമായിരിക്കും റിയാലിറ്റി എന്താണെന്നുള്ളത്. എന്താണെങ്കിലും ഇവിടുത്തെ വിഷയം, ഈ ഒരു പെർട്ടിക്കുലർ കേസിലുണ്ടായ വിഷയം, ഇവൻ കുറേ കാലങ്ങളായിട്ട് ലഹരിക്ക് അടിമയാണ്. ഉപ്പ മരിച്ചു എന്ന് കേൾക്കുന്നുണ്ട്, ഉപ്പ ഉപേക്ഷിച്ച് പോയി എന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ഉമ്മയും മകനും ഒറ്റയ്ക്കാണ്. ഈ ഉമ്മ കാലാകാലം ഈ മകന് വേണ്ടി ജീവിച്ചു. ലാസ്റ്റ് സ്വത്തിൻ്റെ പ്രശ്നം, പൈസ ചോദിക്കുന്നു, ആകെ മൊത്തം പ്രശ്നം. ഈ ചെക്കനെ ബാംഗ്ലൂർ എവിടെയുള്ളൊരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി ആക്കിയെന്ന് പറയുന്നു. അവിടുന്ന് തിരിച്ചു വന്നു ഈ ചെക്കൻ. അതിനുശേഷം ഇവൻ ടൂറ് പോയി തിരിച്ചു വന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ. ആക്ച്വലി പോലീസ് അന്വേഷിക്കുന്നത് ഈ ടൂർ ആരുടെ കൂടെ പോയി എന്നുള്ളത് അന്വേഷിക്കണം, എന്തിനു പോയി എന്നുള്ളത് അന്വേഷിക്കണം. അപ്പോൾ ഒരു ഗ്യാങ്ങിനെ മൊത്തം കിട്ടാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഈ പയ്യൻ താമസിച്ചിരുന്നത് ഉമ്മാടെ സഹോദരിയുടെ വീട്ടിലാണ്. അപ്പോൾ ഈ ഉമ്മാടെ സഹോദരിയായിട്ടുള്ള ലേഡിക്ക് കുറച്ച് കാര്യങ്ങൾ ഈ ഇൻസിഡൻറ്റിൽ പറയാനുണ്ട്, നമുക്ക് നോക്കാം. ഓന് +2 പഠിച്ച് പിന്നെ അവനെ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിൻ്റെ അവിടെ ഞങ്ങൾ ചേർത്തിയ സമയത്ത് 1.5 ലക്ഷം റുപ്യ കൊടുത്ത് JDTയിൽ ആക്കിയ സമയത്ത് ഓന് ഇതേപോലെയുള്ള മയക്കുമരുന്നിന് അഡിക്റ്റായി.
പിന്നെ ഞങ്ങളത് അറിഞ്ഞ നമ്മൾ ഓനതിന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ഓന് ചെയ്ത്. അത്ര തന്നെ. അപ്പോൾ ഇന്നലെയൊക്കെ നല്ല രൂപത്തിലായിരുന്നു ഇവിടെ രാത്രിയൊക്കെ? ഓനൊരു പ്രശ്നമില്ലാന്ന്. ഇന്നലെ ഓൻ ഫുഡൊക്കെ കഴിച്ചല്ലേ, ഓനൊരു പ്രശ്നവും കാണിച്ചിട്ടില്ല. ഓന് അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല. ഓൻ 4 ദിവസം ഔട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ്. ഇന്നലെ വന്നപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓളിനോട് പറഞ്ഞ് ഓനെ വിളിക്കി പറഞ്ഞ്. അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഓന് ഒരു 100 റുപ്യ വേണം എന്ന് ഗൂഗിൾ പേ ചെയ്യാറുണ്ട് ഇന്നെ വിളിച്ചിനു. അത് ഞാൻ ഓളോട് പറഞ്ഞില്ല, ഓക്ക് വിഷമാവണ്ട വിചാരിച്ചിട്ട്. അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞ് ഗേറ്റ് പൂട്ടണ്ട, ഓനിപ്പോൾ വരൂ, അപ്പോൾ ഗേറ്റിൻ്റെ ചാടി കടന്ന് വരുമെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഓളെ മോനല്ലേ, അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ നമ്മൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഓക്ക് വിഷമാവണ്ട വെച്ച് ഞാൻ പൂട്ടാൻ പോയിട്ട് തിരിച്ചു വന്നേ. പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാൾ, ലൈറ്റ് അങ്ങ് ഓഫ് ആക്കിയാളെന്നാണ്. അപ്പം ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ, ഞാൻ ആ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ കാഞ്ഞാമയിലുള്ളൊരു ചെക്കന് ഓനവിടെ ലഞ്ച് കഴിച്ച്. അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്തു. നല്ല ചേർക്ക് അകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ 2 ആളും ഭക്ഷണം കഴിച്ച്. ഞാൻ കഴിച്ച് തീർന്നപ്പോഴാണ് ഇത് ഗേറ്റ് പൂട്ടാനോള് പറയുന്നത്. അപ്പോൾ ഓന് വേഗം കുളിച്ച് ഞാൻ ഇവളോട് പറഞ്ഞു നമ്മൾ 2 ആളും വേഗം തിന്ന് ഇവിടുന്ന് മേശെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഓന് പിന്മാറി കൊടുക്കുക, എന്നിട്ട് ഓൻ നല്ലോണം കഴിച്ചോട്ടോ, കുറച്ച് സൈഡിൽ ഇവിടെ നിന്നില്ലാണ്ട്. അപ്പോൾ ആയിക്കോട്ടെ പറഞ്ഞു. അപ്പം ഞാൻ എല്ലാം ഫുള്ള് കറിയെല്ലാം പിന്നെ ഫുള്ള് പാത്രമെല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടിൽ നിൽക്കുകയത് കൊണ്ട് ഓന് വിഷമമൊന്നും ഉണ്ടാകുന്ന ഓക്ക് ഇഷ്ടമല്ല. ഓള് എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനെന്ന് ഞാൻ അവളോട് എപ്പോഴും പറയല, ഓനെ ഇനി ഏറ്റുമുട്ടുകയും ചെയ്യരുത് എന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞില്ല, ഞാൻ ഓനായിട്ട് കൊളുത്താൻ പോയാലേ ഓനോട് ഏറ്റുമുട്ടുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിശ്വാസമായി, എനക്കൊണ്ട് ഇനി ഓനെ ഏറ്റുമുട്ടരുത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ ഞാൻ നേരം വെളുത്ത് പോയപ്പോൾ ഓനൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്, ഓളൊരു ഭാഗത്ത് കിടന്നുറങ്ങുന്നത്. ഞാൻ 4 മണിക്ക് എണീച്ച് ഇവൽക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ്. 2 മണിയായപ്പോൾ വീട്ടിലെ ചേച്ചി എന്നെ വിളിക്കുകയാണ്. ഇപ്പോൾ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നമാണ്, സക്കീനെ ഓടി വന്ന് പറഞ്ഞപ്പോഴത്തേനും 2 വാതിലും കുറ്റിട്ടുണ്ട്. എന്തൊരവസ്ഥ ആലോചിച്ച് നോക്ക്. സ്വന്തം ഉമ്മാനെ ഇത് ലഹരി മൂത്തത് അല്ലെങ്കിൽ ലഹരി തലക്കി പിടിച്ചത് ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലേഡിയുടെ സംസാരിക്കുന്ന ഒരു കാര്യം വളരെ ക്ലിയർ ആണ്. ഈ മരണപ്പെട്ട സ്ത്രീ, അതായത് ഈ കൊന്ന പയ്യൻ്റെ ഉമ്മ, അവരെ നിരന്തരമായിട്ട് ഇവൻ ഉപദ്രവിക്കാൻ ഇതിനു മുമ്പും ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ എവിഡൻ്റ് ആണ്. ഈ ലഹരി കയറിയ പല കേസുകളും ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു ഏജ് കാറ്റഗറി നിങ്ങൾ നോക്കണം. ഓക്കെ, ഒരു 18, 19, 25, 30 അടുപ്പിച്ചോ അല്ലെങ്കിൽ 30 അടുപ്പിച്ചോ ഉള്ളവരൊക്കെ കുറവാണ്. ഈ 20, 25, 26, 27 അതൊക്കെയാണ് ഒരു റേഞ്ച് വരുന്നത് ഇവരുടെ. ഈ ആളുകളൊക്കെ ഇവരുടെ ഒരു ലൈഫ് നിങ്ങൾ നോക്കണം. ഇപ്പം ഇവിടെ ഉപ്പയില്ല, ഉമ്മ ഒറ്റയ്ക്ക് ഇവനെ വളർത്തുന്നു, അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത്, ബന്ധുവിൻ്റെ വീട്ടിൽ നിൽക്കുന്നു, പഠിക്കാൻ കൊണ്ടുപോയിരുന്ന് ലഹരി അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങുന്നു. കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വഴി മാറിപ്പോകുമ്പോൾ പറഞ്ഞു കൊടുക്കാനോ ആരും ഇല്ലാത്തൊരവസ്ഥ. ഓക്കെ, പിന്നെ പോകുന്ന കൂട്ടുകെട്ട്, അതാണ് ഏറ്റവും വലിയ സീൻ. നമ്മളെ ലൈഫിൽ നമ്മൾ തന്നെ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അപ്പം നമുക്ക് ഒരു കാര്യം പറഞ്ഞു തരാൻ ആരും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളൊരു പരിപാടി നമ്മൾ ചെയ്യണം. ഓക്കെ, നമ്മളെ ടേക്ക് കെയർ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മളെ വെച്ച് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ നമ്മളെ ഒരു മോശം കാര്യത്തിലേക്ക് തള്ളിവിടാൻ നമ്മളെ ചുറ്റുപാട് ഒരുപാട് പേരുമാണ്. ഇതിപ്പോൾ പുതിയ പിള്ളേരോടാണ് പറയുന്നത്. ഞാനൊക്കെ വളർന്ന സമയത്ത് നമ്മളൊക്കെ തന്ത വൈബായിടെ, എന്നാലും കുഴപ്പമില്ല. ഞാനൊക്കെ വളർന്നു വന്ന സമയത്ത് എനിക്ക് ഏട്ടന്മാരുണ്ടായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഏട്ടന്മാർ കാണും. ഏട്ടന്മാർ സിനിമയ്ക്ക് പോകണോ ഏട്ടന്മാരെ പോകുമ്പോൾ, ഫുഡ് അടിക്കാൻ പോകണോ ഏട്ടന്മാരെ പോകും, ക്രിക്കറ്റ് കളിക്കാൻ പോകണോ ഏട്ടന്മാരെ പോകും. ഒരു സീനും ഇല്ല. അതായത് അവർ നാട്ടിൽ ഭയങ്കര ആക്റ്റീവാണ്, അവരുടെ ആക്ടിവിറ്റീസ് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള അവരുടെ ഒരു കൂട്ടമുണ്ടേ എപ്പോഴും നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, നമ്മളെ മാമന്മാർ, ഏട്ടന്മാർ, അങ്ങനെ കുറേ പേര് കാണും. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്താ അറിയുമോ, അങ്ങനത്തെ ഒരു ബ്രദർഹുഡൊന്നും ഇല്ല. ബ്രോമാൻസ് ആണെങ്കിൽ പറയാം, അതുവരെ ഇല്ലടേ ആർക്കും തമ്മിൽ ഒരു ലക്കിയില്ല. എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ കുറച്ച് സാധനം അടിക്കണം, അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഷോ കാണിക്കണം, ഷോ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത ആരെങ്കിലും മെക്കെട്ട് കയറണം. ഇങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങൾ മാറിപ്പോവാണ്. ഇനിയിപ്പോൾ ഏതെങ്കിലും നമ്മളെ കൂട്ടത്തിലോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലോ ഏതെങ്കിലും ഒരാൾ ഇതേപോലത്തെ ഒരു അവസ്ഥയിലാണെന്ന് വിചാരിച്ചു, അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ ആരും ഇല്ല, ലൈഫ് ഇങ്ങനെ ആകെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലാവുമ്പോൾ അത് കണ്ട് നോക്കി ചിരിച്ച് കൈയടിക്കാൻ ആൾക്കാർ കാണും.
ഒരുത്തന് കൈ കൊടുത്ത് കയറ്റിക്കൊണ്ട് ഒരാളും കാണൂല. അത് വേറെ സീൻ. ഇത് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ എത്ര കേസായി, ഇനി അറിയപ്പെടാത്ത എത്ര കേസുണ്ട്, നാളുകളിൽ സംഭവിക്കാൻ ചാൻസ് ഉള്ള എത്ര സ്ഥലങ്ങളുണ്ട്. ഇനി ഇതിലപ്പുറവും സംഭവിക്കാൻ. കഴിഞ്ഞ ദിവസം ഒരുത്തൻ 3 ആളെ അടിച്ചും വെട്ടിയും കൊന്നു. ഇന്ന് മകൻ സ്വന്തം അമ്മേനെ കൊന്നു. കുറച്ച് ദിവസം മുമ്പ് മുത്തശ്ശനും മുത്തശ്ശിനെയും കൊന്നിട്ട് ഒരുത്തൻ ചോറുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾക്കൊക്കെ എന്ത് പറ്റി? ലഹരിക്കെതിരെ ഇവിടെ ഒരുപാട് പ്രൊജക്റ്റുകൾ ഇറക്കിയിട്ടുണ്ട് ഈ ഗവൺമെൻറ് എന്നല്ല, ഇതിന് മുമ്പുള്ള എല്ലാ ഗവൺമെൻറ്റും, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും. ഇവിടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ ഒരു മത നേതാവ് പ്രസംഗിക്കുമ്പോൾ ആദ്യം പറയാം ലഹരിക്കെതിരെ. കോപ്പാണ് തന്നെ പറയണേ. ഇവിടെ എന്ത് ലഹരിക്കെതിരെ? ഈ മൈക്ക് കിട്ടുമ്പോൾ ടാർപ്പായും കാണുമ്പോൾ 4 ആളെയും കാണുമ്പോൾ ലഹരിക്കെതിരെ. ഇനി അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചീമുട്ട വാരി അറിയണം മുഖത്ത്. ആണ് ചെയ്യേണ്ടത്. ഇതാണോ ലഹരിക്കെതിരെ? ലഹരിക്കെതിരെ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു നാട്ടിൽ ആ നാട്ടിലേക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടാവും ആരൊക്കെയാണ് ലഹരി ഉപയോഗിക്കുന്നത്, കൊണ്ടുവരുന്നത്, ആരൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എവിടെ ഇരുന്നിട്ട് അടിക്കുന്നത് എന്നുള്ളത്. അവരെ പിടിച്ച് കണ്ടുപിടിച്ച് അവർക്ക് കൃത്യമായ കൗൺസിലിങ്ങും കാര്യങ്ങളും കൊടുത്ത്, ഇല്ല നന്നാവാത്താണെങ്കിൽ 2 പൊട്ടിച്ച് നാട്ടിലേക്ക് വരണോ വിട്ടോ എന്നുള്ള രീതിയിൽ ആക്കി വിടാൻ മാത്രം. അങ്ങനെ രീതിയിൽ പണ്ടുണ്ടായിരുന്നടേ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞൊരു കോണ്ടന്റ് ചെയ്തപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു, ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, ആളുകളുണ്ടായിരുന്നു. ഇപ്പം ഇല്ല. ഇപ്പം മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പേരിൽ ചേരി തിരിഞ്ഞ് അടിയോടടി. ഒരു മതിലിന് അപ്പുറത്തുള്ളവനെ കണ്ടുപിടിക്കില്ല. ഇതിലൊരു വീട്ടിൽ സ്വന്തം അച്ഛനമ്മ മക്കൾ തന്നെ തമ്മിൽ കണ്ടാൽ ചിലപ്പോൾ പിടിക്കില്ല. ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മതവും രാഷ്ട്രീയവും തന്നെ പ്രശ്നം. കഷ്ടം. ഇന്ത്യക്ക് ആ വളർന്ന കാലഘട്ടം ഉണ്ടല്ലോ, മുത്തായിരുന്നു. ഇതൊക്കെ എന്താ അവസ്ഥ?